ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായം 14 മുതലുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവനെന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്. അതിനുള്ള ഉത്തരമാണ് സ്വർഗരാജ്യത്തെക്കുറിച്ചും അവിടെ ആരാണ് വലിയവനെന്നുള്ളതായിരിക്കുന്ന സംസാരങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്നാമതായിട്ട് യേശു തമ്പുരാൻ പറയുകയാണ്, സ്വർഗരാജ്യത്തിലേക്കുള്ള കയറ്റത്തിൽ ഇടർച്ചയുണ്ടാക്കുന്നവർക്കൊക്കെ അയ്യോ കഷ്ടം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആർക്കെങ്കിലും ഇടർച്ചയാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം, ഇത് നമ്മുടെ നാശത്തിനാണ്. ആദി ഏദൻ തോട്ടത്തിൽ ആദാമിനും ഹവ്വായ്ക്കും അവരുടെ കുടുംബജീവിതത്തിൽ ദൈവത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ഇടർച്ചയായത് സാത്താനാണ്. അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ യഹോവയായ ദൈവം സാത്താനെ ആദ്യ ശാപം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്ക് നമ്മൾ ഇടർച്ചയാകാതിരിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മളായിരിക്കുന്ന മേഖലകളിൽ യേശുവിൻ്റെ പേര് ദുഷിപ്പിക്കുന്നതായ രീതിയിൽ ഒരിടർച്ചകളും ഉണ്ടാക്കാതിരിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പനും അമ്മയും പ്രാർത്ഥിക്കാതിരുന്നാൽ അത് കുഞ്ഞുങ്ങൾക്കൊരു ഇടർച്ചയാകും. ജീവിത പങ്കാളി മോശമായിരിക്കുന്ന ജീവിതത്തിൻ്റെ വഴിവിട്ടതായ ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ അത് സമൂഹത്തിനും മക്കൾക്കും കുടുംബത്തിനും ഒരു ഇടർച്ചയാകും. അതുകൊണ്ട് ഒരു രീതിയിലും ആർക്കും ഇടർച്ചയുണ്ടാക്കാതിരിക്കാം. രണ്ടാമതായിട്ട് അരുമനാഥൻ പറയുകയാണ്, സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ കണ്ണ് നിനക്ക് ഇടർച്ചയാവുന്നുണ്ടെങ്കിൽ അത് ചൂഴ്ന്നു കളയണം. ഇരു കണ്ണുള്ളവനായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കണ്ണനായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയല്ലേ. ഈ നാളുകളിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ണോ കേൾവിയോ കയ്യോ ഒന്നുമല്ല പ്രശ്നം, മറിച്ച് നമ്മുടെ കൈകളിലിരിക്കുന്നതായ വസ്തുക്കളാണ് പ്രശ്നം. ഒരുപക്ഷെ ആ വേദഭാഗത്തെ ഈ നാളുകളിൽ ഇങ്ങനെ ചേർത്ത് വെക്കാം, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, മൊബൈലുള്ളവനായി, ഫേസ്ബുക്ക് ഉള്ളവനായി, യൂട്യൂബ് ഉള്ളവനായി, അതിലെ കാഴ്ചകൾ കണ്ട് അതിലെ പാപത്തിൻ്റേതായിരിക്കുന്ന ചില ചിന്തകൾ വന്ന് അതുള്ളവനായി നീ നരകത്തിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് ഇതില്ലാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലേ. ഇതിൻ്റെ ഉപയോഗമൊന്നും വേണ്ട എന്നുള്ളതല്ല, പക്ഷേ മറിച്ച് ജീവിതത്തിൽ ഇടർച്ചയുണ്ടാകാതിരിക്കുവാനായിട്ട് ഒരു കൺട്രോൾ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഒരു ചൊല്ലുണ്ടല്ലോ, ഡിസയർ പ്ലസ് ഓപ്പർച്യൂണിറ്റി ഈസ് ഈക്വൽ ടു സിൻ. ആഗ്രഹം അധികം അവസരം സമം പാപം. ഏതെങ്കിലും ഒന്ന് നമ്മൾ ഒഴിവാക്കണം, പാപത്തിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് സാധ്യമായി തീരും. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ, എൻ്റെ യഹോവ എന്നെ കാണുന്നുവല്ലോ. ആ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരിക്കണം. നമ്മുടെ കർത്താവ് നമ്മളെ കാണുന്നുണ്ട്. നമ്മുടെ ചിന്ത ഈ ഭൂമിയിലെ വലിയതായിരിക്കുന്ന ചിന്തകളൊന്നും ആയിരിക്കരുത്. ഭൂമിയിലെ വലിപ്പമല്ല പ്രാധാന്യം, മറിച്ച് സ്വർഗരാജ്യത്തിലെ വലിപ്പമാണ് പ്രാധാന്യം. അതിനായി ക്രൈസ്തവ ജീവിതം ഭംഗിയായി കൊണ്ടുപോകാൻ നമുക്ക് ഇടയായി തീരട്ടെ. അമ്മ മറിയത്തെ ഓർക്കുന്ന നോമ്പിൻ്റെ നാളുകളിലേക്കാണല്ലോ നാം പ്രവേശിക്കുന്നത്. ഭൂമിയിലും സ്വർഗത്തിലും അമ്മമാരുള്ള എല്ലാ മക്കളും ഈ നോമ്പെടുക്കാനായിട്ട് ശ്രദ്ധിക്കണമേ. ആരും മുടക്കരുത്. ഭൂമിയിലുള്ള നമ്മുടെ അമ്മമാർക്ക് വേണ്ടി, സ്വർഗത്തിലുള്ള പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ഈ നോമ്പ് ആത്മാർത്ഥതയോടുകൂടി ഹൃദയത്തിൽ ചേർത്ത് പിടിക്കാം. ദൈവം നമ്മെ അതിന് ശക്തരാക്കട്ടെ.